ദൈവത്തിൻ്റെ അളവറ്റ കൃപകളാൽ ഒരു പ്രാവശ്യം കൂടെ തിരുവചനം തിരുമധുര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ ഇതിവാത്സല്യമായ സർവ്വസുധാം നാഥ, ഞങ്ങളുടെ മഹാകരുണയിലും കൃപയിലും ഈ വർഷത്തിൻ്റെ കർത്താവേ, ഈ 11-ാം മാസം വരെ ഞങ്ങളെ കാത്തുപരിപാലിച്ച വൻ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവ്. നിൻ്റെ കൃപയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഞങ്ങളെ വഴി നിർത്തുന്ന നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം കർത്താവെ ഈ പ്രവർത്തനത്തിലുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, തൻ്റെ ജനത്തെ നയിക്കുവാൻ, ബലപ്പെടുത്തുവാൻ, വചനത്തിൽ കർത്താവെ നിലകൊള്ളുവാൻ കർത്താവെ ഈ ശുശ്രൂഷ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അടിയനോട് കൂടുണ്ട്, അടിയൻ്റെ ശബ്ദത്തോടും വാക്കുകളോടും വചസ്സുകളോടും ഉണ്ടായ കർത്താവെ ഏറ്റവും ലളിതമായ തൻ്റെ ജനത്തിൽ കർത്താവെ അങ്ങയുടെ വചനം എത്തിക്കുവാൻ, ആ വചനം അവരെ ബലപ്പെടുത്തത്തക്കോണം അവിടുന്ന് അങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കർത്താവ് ഇത് കേൾക്കുന്ന മേലും കർത്താവ് അടിൻ്റെ മേലും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഏറ്റവും ലളിതമായി തന്നെ കർത്താവ് തൻ്റെ കൃപയിൽ ഈ ശുശ്രൂഷ നയിക്കാൻ അടിയനെ സഹായിക്കണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പുന്നാത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപകളാൽ ഈ നാളുകൾ അത്രയും ദൈവം നമ്മളെ ഓരോരുത്തരെയും അനേകമായ ക്ലേശങ്ങളും വേദനകളും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ കടന്നുപോയെങ്കിൽ അതിൻ്റെ ഒക്കെ മധ്യത്തിൽ ദൈവത്തിൻ്റെ നന്മകളാലും ദൈവത്തിൻ്റെ വിടുതലും ഒക്കെ അനുഭവിച്ചാണ് നമ്മൾ ഈ നിമിഷം വരെ ഇവിടെ കടന്നു വരുവാനിടയായിരിക്കുന്നത്. കർത്താവ് ഈ ഭൂമുഖത്ത് കടന്നു വന്നത് എന്തിനാണെന്ന് വ്യക്തമായി സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ അപ്പോസ്തല പിതാക്കന്മാരും ലേഖന എഴുതിയവരൊക്കെ നമ്മളെ വ്യക്തമായി അറിയിക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മളൊരു നിമിഷം നാം ചിന്തിക്കുകയാണെങ്കിൽ ആ കർത്താവിൻ്റെ വിളി എത്രമാത്രം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ടെന്നൊന്ന് നാം ചിന്തിക്കണം. ഇന്നായിരിക്കുന്ന ആധുനിക സഭകളിലും ശുശ്രൂഷകളിലും വിശ്വാസ ജനസമൂഹ മധ്യത്തിൽ പലപ്പോഴും നമ്മെ പിന്തിരിക്കുന്ന പല കാര്യങ്ങളാണ് കാണുകയും കേൾക്കുകയും ചെയ്യുവാൻ ഇടയാകുന്നത്. അതിന് കാരണം ഏറെക്കുറെ നാം ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവിൻ്റെ കാലത്ത് പരീശന്മാരും സദൂക്യരൊക്കെ അന്ന് കർത്താവിൻ്റെ പിന്നാലെ നടന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യഗണത്തെ പിന്തിരിക്കുവാനുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ആധുനിക മേഖലകളിൽ പ്രതിയോഗി ഉപയോഗിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളാണ്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ പല കാര്യങ്ങൾ നാം കാണുകയും കേൾക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇത് എത്രമാത്രം അതിൻ്റെ കാര്യങ്ങൾ സത്യമാണെന്നോ അല്ലെങ്കിൽ അതിലെത്രമാത്രം സത്യം ഉണ്ടെന്നോ മനസ്സിലാക്കുവാൻ ആരും ഇടയാക്കാറില്ല. തന്മൂലം ഇന്ന് പലപ്പോഴും നാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസ സമൂഹ ജനതകളെയാണ്. അവരുടെ ജീവിതത്തിൽ ഇന്ന് ക്രൈസ്തവ വിശ്വാസം എന്നല്ല, ദൈവവിശ്വാസം എവിടെയെന്ന് ചോദ്യത്തിൻ്റെ മുൻപിലാണ്. ഇന്ന് യുവതലമുറകൾ മാത്രമല്ല, ഇന്ന് സഭകളിലും ശുശ്രൂഷകളിലും ആരാധനകളിലും സംബന്ധിക്കുന്ന ഏറെക്കുറെ ജനങ്ങളുടെ ചിന്തകളുള്ളത്. പക്ഷേ നാം നോക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന ശുശ്രൂഷകളായാലും സഭകളായാലും ഇടവകളായാലും ഒക്കെ ജനം കടന്നു വരുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ജനം ദൈവത്തെ കാണുവാൻ അല്ലെങ്കിൽ കർത്താവിനെ തേടിയാണോ കടന്നു വരുന്നത്? അതോ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഇതും ഞാൻ ഔദ്യോഗിക രംഗത്ത് കടന്നു പോകുന്ന പോലെ ആഴ്ചയിൽ ഒരിക്കൽ ഇതും എൻ്റെ പട്ടികയിലുള്ള ഒരു കാര്യം മാത്രമായി തീരുകയാണോ എന്നൊന്ന് ചിന്തിക്കണം. കർത്താവ് നമ്മളെ വ്യക്തമായി മാടി വിളിക്കുന്നത് കഷ്ടത്തിൻ്റെയും വേദനകളുടെയും താഴ്വരയിലുള്ള അനേകരുടെ മധ്യത്തിൽ കടന്നു വന്ന് കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും സ്വാതന്ത്ര്യവും സുവിശേഷം എത്തിക്കുവാൻ വേണ്ടിയാണ്. കർത്താവ് ഈ ഭൂമുഖത്തുനിന്ന് കടന്നു പോകുമ്പോൾ പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി തീരുവാൻ, എല്ലാ ജനതകളോടും എല്ലാവരോടും ഈ ഭൂമുഖത്തുള്ള എല്ലാത്തിനോടും കർത്താവിൻ്റെ സാക്ഷ്യം അല്ലെങ്കിൽ സുവിശേഷം എത്തിക്കണമെന്നാണ് പറയുന്നത്. ഇന്ന് നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമുക്ക് എത്രമാത്രം അപ്രകാരം പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ട്? നമ്മളോടൊപ്പം നമ്മുടെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ നമ്മുടെ സഭകളിലും നമ്മുടെ ആരാധനയിലും കടന്നു വന്നിരിക്കുന്നവരെ നാം ഇന്ന് ന്യായം വിധിക്കുന്ന അവസ്ഥയാണോ? അതോ അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളെ മാറ്റത്തക്കവണ്ണം അവരെ വീണ്ടെടുക്കത്തക്കവണ്ണമുള്ള പ്രവർത്തിക്കുന്നവരാണോ നാം ചിന്തിക്കണം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ
അവിടെ അന്ന് ചുങ്കക്കാരനായിരുന്ന മത്തായിയെ വിളിക്കുന്ന ഒരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 9:9. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ട് എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്നത്തെ കാലയളവിൽ ചുങ്കം പിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടാക്സ് കളക്ടർ എന്ന് പറയുക എന്ന് പറയുമ്പോൾ അവരെ സമൂഹം ഒട്ടും ഉൾക്കൊള്ളുന്ന വ്യക്തികളല്ലായിരുന്നു. കാരണം അവർ യഹൂദ സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും അവർ റോമാ സാമ്രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഔദ്യോഗിക പ്രവർത്തനമുള്ള വ്യക്തികളായിരുന്നു. അപ്പോൾ അവർ യഹൂദ ജനതകളിൽ നിന്ന് ചുങ്കം പിരിച്ച് നൽകുന്നത് റോമാ സാമ്രാജ്യത്തിനായിരുന്നു. അപ്പോൾ അവരെ ഒരു ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ അവരെ ജനമധ്യത്തിൽ സ്വീകാര്യമായ ഒരു സ്ഥാനം അവർക്കില്ലായിരുന്നു. അങ്ങനെ സ്വീകാര്യമായി സ്ഥാനമില്ലാത്ത, യഥാർത്ഥത്തിൽ പാപപങ്കിലമായ ഒരു ജീവിത സാഹചര്യങ്ങൾ നയിക്കുന്നവരായിരിക്കും ഏറെക്കുറെയും ഈ ചുങ്കക്കാരെന്ന് പറയുമ്പോൾ. കാരണം അവരപ്രകാരമുള്ള പ്രവർത്തനങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. ആ വ്യക്തിയാണ് കർത്താവ് വിളിക്കുന്നത്, എന്നെ അനുഗമിക്കുക എന്ന്. ആ വിളി കേട്ട ആ ക്ഷണത്തിൽ തന്നെ അത് സ്വീകരിക്കുക മാത്രമല്ല, എഴുന്നേറ്റ് പുറപ്പെടുകയും ചെയ്യുകയാണ്. അതായത് ഔദ്യോഗിക പ്രവർത്തന മേഖലയിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന് നമ്മളോട് അപ്രകാരം കർത്താവ് ഒരു ആഹ്വാനം നടത്തുകയാണെങ്കിൽ, നമുക്കറിയാം ആ മറ്റൊരു ധന്യനുള്ളവനെ പറയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാം ഒന്ന് ശരിയായിട്ട് കടന്നു വരട്ടെ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വചനത്തിൽ അപ്രകാരമായിരിക്കും. കർത്താവെ, അങ്ങയുടെ വിളി സ്വീകാര്യമാണ്, പക്ഷേ എന്നെ ആക്കി വച്ചിരിക്കുന്ന ഈ ഔദ്യോഗിക മേഖലത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിറവേറ്റിയിട്ട് ഞാൻ വരാം. പക്ഷെ ഇവിടെ അതൊന്നുമില്ലാതെ, ഒരു ചോദ്യമില്ലാതെ, ഒരു സംഭാഷണമില്ലാതെ പൊടുന്നനെ എഴുന്നേറ്റ് പിന്നെ പോകുന്ന അവസ്ഥ. അതിനൊരു കാരണമാണ്. അതിൻ്റെ മുമ്പിലത്തെ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, വചനത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ഒരു പക്ഷാഘാതക്കാര രോഗിയെ അവിടെ കർത്താവിൻ്റെ അടുക്കൽ ചികിത്സയ്ക്കായി കൊണ്ടുവരുമ്പോൾ, കട്ടിലിൽ കൊണ്ടുവരുമ്പോൾ ആ കിടക്കയെടുത്ത് നടക്കുവാൻ പറയുമ്പോൾ, ആ ക്ഷണത്തിൽ ഒന്നും ചോദിക്കാതെ കിടക്കയെടുത്ത് നടന്നു പോകുന്ന ഒരു പ്രവർത്തനം കഴിഞ്ഞുള്ള കാര്യമാണിവിടെ. അപ്പോൾ കർത്താവിൻ്റെ പ്രവർത്തനം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഈ മത്തായിക്ക്. പക്ഷേ ആ മത്തായിയുടെ ജീവിതത്തിലെ പ്രതികരണമാണ് ആ കർത്താവിൻ്റെ ആഹ്വാനം ആ ക്ഷണത്തിൽ സ്വീകരിക്കുകയും അതിനായി ഇറങ്ങിത്തിരിക്കുകയും. അതുമാത്രമല്ല, നാം മുമ്പോട്ടൊന്ന് മനസ്സിലാക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 5:29 വ്യക്തമായ വേറൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ലേവി തന്റെ വീട്ടിൽ അവനൊരു വലിയ വിരുന്നൊരുക്കി ചുങ്കക്കാരുടെയും മറ്റും ഒരു വലിയ ജനക്കൂട്ടം അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 9:10 അത് വ്യത്യസ്തമായിട്ടാണ് അവിടെ പറയുന്നത്. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെയധികം ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ കർത്താവിനെ സ്വീകരിക്കുക മാത്രമല്ല, കർത്താവിനെ തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി ഒരു വിരുന്നൊരുക്കുമ്പോൾ ആ വിരുന്നിന് അവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചുങ്കക്കാരും പാപികളും കർത്താവിൻ്റെ ശിഷ്യന്മാരും മാത്രമാണ്. അല്ലാതെ അവിടുത്തെ ജനപ്രമാണികളോ അല്ലെങ്കിൽ ആ സ്ഥലത്തെ പ്രമാണികളോ ഒന്നുമല്ല. പക്ഷേ ഇവരായിരുന്നു. അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഒന്ന് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ, കർത്താവ് അപ്രകാരം ഒരു ജനമധ്യത്തിൽ പ്രവർത്തിക്കാനാണ് കടന്നു വന്നതും ആ സ്വീകാര്യമുള്ള ഒരു പ്രവർത്തന മേഖലയിലേക്കാണ് കർത്താവ് അവിടെ കടന്നു വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം കർത്താവ് ഈ ഭൂമുഖത്ത് കടന്നു വന്നത് ദൈവബന്ധത്തിൽ നിന്ന് അറ്റുപോയ മനുഷ്യനെ തിരിച്ച് ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ, പാപപങ്കിലമായ ജീവിതത്തിൽ നിന്ന് കരകയറത്തക്കോണം സ്വയം യാഗമായി അർപ്പിക്കപ്പെടുവാൻ വേണ്ടിയാണ് കർത്താവ് കടന്നു വന്നത്. അപ്പോൾ ആ മേശയെ അവിടെ വിരുന്നൊരുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ചുങ്കക്കാരും പാപികളുടെ ഒരു സമൂഹമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിൻ്റെ 9:11 ഇപ്രകാരമാണ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രതികരണമാണ് നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്.
പരീശന്മാർ അത് കണ്ട് അവന്റെ ശിഷ്യന്മാരോട് നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചു. ഇന്നത്തെ സമൂഹം ഈ ചോദ്യം തന്നെയാണ് പലപ്പോഴും ഉന്നയിക്കുന്നത്. അതായത് നഷ്ടപ്പെട്ടു പോകുന്നവരെ കുട്ടിയോട് ഭാരമില്ല, നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ പൊയ്ക്കൊള്ളട്ടെ എന്നാണ് ചിന്തിക്കുന്നത്. ആ വ്യക്തി ആ ശുശ്രൂഷയിലോ ആ ദേവാലയത്തിലോ കടന്നു വന്ന് ആ ശുശ്രൂഷകൾക്ക് ഒരു പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതിന് അധികമായി അവരതിൽ വന്നില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ലെന്നാണ് ചിന്തിക്കുന്നത്. ഇന്ന് എത്രമാത്രം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന, നമ്മളെ ദേശത്ത് അല്ലെങ്കിൽ ശുശ്രൂഷകളിൽ വയൽ പ്രദേശത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഇടവകളിൽ നാം എത്രമാത്രം ആരാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് നാം ഒന്ന് ചിന്തിക്കാറുണ്ടോ? നമ്മൾ എല്ലാ ആഴ്ചയിലും ദേവാലയങ്ങളിൽ കടന്നു പോകുന്നുണ്ട്, തിരുമേശകളിൽ സംബന്ധിക്കുന്നുണ്ട്. പക്ഷേ കടന്നു ചെല്ലുമ്പോൾ ചില ദിവസങ്ങളായി കാണാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ അവരെ പറ്റി ഒന്ന് ആരാഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടോ? പ്രത്യേകിച്ചും യുവതലമുറകളാണെങ്കിൽ അതിന് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് അവരെ പറ്റിയൊരു ഭാരമില്ല. കാരണം ഈ പരീശന്മാരുടെ ചിന്തകൾ പോലെയാണ് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ചിന്തകൾ. അവരെ പറ്റി എന്തിന് ഭാരപ്പെടണം? ഞാനും എൻ്റെ കുടുംബവും അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വത്തിന് കോട്ടം വരുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് ഞാൻ കടന്നു പോവുകയില്ല. കാരണം സ്വയമായി നമ്മുടെ ജീവിതത്തിൽ ഒരു സ്റ്റാറ്റസ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊന്ന് താഴേക്ക് ഇറങ്ങുവാനോ അല്ലെങ്കിൽ അതൊന്ന് മാറ്റിവെച്ചിട്ട് ഞാൻ ഒന്നുമല്ല, ഞാൻ ഇന്നായിരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 42-44 വരെ വായിക്കുമ്പോൾ കർത്താവ് ഈ പരീശന്മാരെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു അവരോട് പറഞ്ഞത് ദൈവം നിങ്ങളുടെ പിതാവായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. എന്റെ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? എന്റെ വചനം കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാകുന്നു. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കളാകുന്നു. നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകയായിരുന്നു. അവനിൽ സത്യമില്ലാത്തത് കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ വ്യാജം സംസാരിക്കുമ്പോൾ അവൻ സ്വയത്തിൽ നിന്ന് സംസാരിക്കുന്നു. അവൻ വ്യാജം പറയുന്നവനും അതിന്റെ പിതാവും ആകുന്നു. പരീശന്മാരെ പറ്റി കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പിതാവിൻ്റെ മക്കളായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ സ്വീകരിച്ചേനം. കാരണം ഞാൻ പിതാവിൽ നിന്ന് വന്ന് പിതാവിൻ്റെ പ്രവർത്തനത്തിനായി കടന്നു വന്നിരിക്കുന്നതിനായി നിങ്ങൾ എന്നെ സ്വീകരിച്ചേരും. പക്ഷെ നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ മക്കളല്ല, എങ്കിലോ ഈ ലോകത്തിൻ്റെ പിതാവിൻ്റെ പ്രതിയോഗിയുടെ മക്കളായിട്ടാണ് അവിടെ പറയുന്നത്. വ്യാജം പറയുക. ആ പരീശന്മാരുടെ പ്രതികരണം യഥാർത്ഥത്തിൽ ആ ശിഷ്യഗണത്തിൻ്റെ മധ്യത്തിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്, ഒരു കലം സൃഷ്ടിക്കത്തക്കവണ്ണമാണ്. കാരണം അപ്രകാരം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്തിന് ഈ പാപികളുടെ ഇവരുടെ കൂടെ ഇരുന്ന് നിങ്ങൾ കഴിക്കുന്നെന്നോ അല്ലെങ്കിൽ സഹവാസമുണ്ടെന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ കർത്താവിൻ്റെ കൂടെ ആണെന്നില്ല, എന്തുകൊണ്ട് ഈ പാപികളുടെ മധ്യത്തിൽ ഞങ്ങൾ ഇരിക്കണം? അതിനൊരു പരിശ്രമമാണ്. ഇന്ന് നാം ആയിരിക്കുന്ന ശുശ്രൂഷകളിലും സഭകളിലും ഇടവകളിലും ഇപ്രകാരമുള്ള വ്യക്തികളുണ്ട്, കലഹങ്ങൾ സൃഷ്ടിക്കുവാൻ. കാരണം നാം യഥാർത്ഥത്തിൽ വചനം മനസ്സിലാക്കുകയാണെങ്കിൽ പ്രതിയോഗിയുടെ ആദ്യ ചോദ്യം തന്നെ ഒരു വ്യക്തതയില്ലാത്ത ചോദ്യമായിരുന്നു. അവോയ്ഡ് ചോദിക്കുന്നത് ഇത് തന്നെയാ സത്യമായിട്ട് ഇങ്ങനാണോ പറഞ്ഞത്? എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന മേഖല ശുശ്രൂഷകളിലായാലും സഭകളിലായാലും ഒരു വ്യക്തി ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന് വ്യക്തതയില്ലെന്നെങ്കിൽ അത് മനസ്സിലാക്കിക്കോണം, അത് ദൈവത്തിൽ നിന്നുള്ള വ്യക്തിയുടെ ചോദ്യമല്ല, അത് പിശാചിൽ നിന്നുള്ള പ്രതിയോഗിയിൽ നിന്നുള്ള വ്യക്തിയുടെ ചോദ്യമാണ്. കാരണം അവിടെ ഒരു കലഹം സൃഷ്ടിക്കുവാൻ വേണ്ടി, അവിടെ ആകെക്കൂടെ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അതെപ്പോഴും.
പക്ഷേ എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത് ആ മത്തായെ പോലെ എഴുന്നേറ്റ് എല്ലാം വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ കഴിയുന്നുണ്ടോ? ചിലപ്പോൾ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ആ സാഹചര്യങ്ങളിൽ നമുക്ക് എത്രമാത്രം പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ട്, ആ വിളി കേൾക്കുവാൻ കഴിയുന്നുണ്ട്, ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ടെന്നൊന്ന് ചിന്തിക്കണം. ഇന്ന് നാം ഒരു നിമിഷം നോക്കുകയാണെങ്കിൽ ലോകത്ത് ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹമാണ് ക്രൈസ്തവ വിശ്വാസ സമൂഹം. എന്തുകൊണ്ട്? അപ്പോസ്തല പിതാക്കന്മാരുടെ ത്യാഗങ്ങളും കർത്താവിൻ്റെ യാഗവും ഇന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് ഇന്ന് നമ്മളായിരിക്കുന്ന സഭകളിൽ നമുക്ക് ആ സ്നേഹവും ആ സ്വാതന്ത്ര്യവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഈ പരീക്ഷന്മാരെ പോലുള്ള അവസ്ഥയാണ്. ന്യായത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ യഥാർത്ഥമായ ദൈവത്തിനെ മനസ്സിലാക്കുവാൻ കഴിയാതെ, യഥാർത്ഥമായ കർത്താവിനെ മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു ജീവിത സാഹചര്യത്തിൽ കൂടെയാണ് ഇന്ന് പലപ്പോഴും ഞാനും നിങ്ങളും കടന്നു പോകുന്നതെന്നൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രവർത്തനമുണ്ടെങ്കിൽ, കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളുക മാത്രമല്ല, പ്രതിസന്ധികളിൽ കടന്നു പോകുന്നതിൽ, പ്രയാസത്തിൽ കടന്നു പോകുന്നവരുടെ മധ്യത്തിൽ കടന്നെന്ന് അവരെ ശക്തീകരിക്കുവാൻ, ബലപ്പെടുത്തുവാൻ, കോരിയെടുക്കുവാൻ നാം പരിശ്രമിക്കും. നമ്മുടെ കൊച്ചു ശുശ്രൂഷയായിരിക്കും, അല്ലെങ്കിൽ കൊച്ചിടവകയായിരിക്കും, കുഴപ്പമില്ല. അവിടെ ഒരുമിച്ചൊന്ന് കൈകോർത്ത് പ്രാർത്ഥിച്ച് ബലപ്പെട്ട് പ്രവർത്തിക്കുവാൻ ഇറങ്ങുമ്പോൾ ആ ദേശത്തും ആ സമൂഹത്തും ആ ജനതകളുടെ മധ്യത്തിൽ ഒരു വലിയൊരു വ്യത്യാസം ഉണ്ടാകുവാൻ ഇടയാക്കുവാൻ കഴിയും. അവിടെ ആ ദൈവിക സാന്നിധ്യം മാത്രമല്ല, ദൈവത്തിൻ്റെ കൃപകൾ അനുഭവിച്ചറിയുവാൻ ഇടയാക്കുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 9:12-13 വായിക്കുമ്പോൾ യേശു അത് കേട്ടപ്പോൾ രോഗികൾക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്തെന്ന് പോയി പഠിക്കുവിൻ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിക്കുവാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നാം എന്താണെന്നൊന്ന് ചിന്തിക്കണം. നാം സ്വയം നീതീകരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്കൊരു സ്ഥാനവും കാണുകയില്ല. കാരണം ഈ ഭൂമുഖത്ത് പാപികളല്ലാതെ ഒരു വ്യക്തി പോലുമില്ല. പാപമില്ലാത്ത യാഗമായി അർപ്പിക്കപ്പെട്ടത് എൻ്റെ കർത്താവ് മാത്രമാണ്. മറ്റൊരു വ്യക്തിക്കും പറയുവാൻ കഴിയില്ല ഞാൻ പാപിയല്ലെന്ന്, എന്നിൽ പാപമില്ലെന്ന് പറയുവാൻ കഴിയില്ല. അപ്രകാരം പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, അവൻ്റെ ജീവിതത്തിൽ കർത്താവിനെ രുചിച്ചറിയുവാനോ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ മനസ്സിലാക്കുവാനോ കഴിഞ്ഞിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം കർത്താവിനെ രുചിച്ചറിയുന്നവരുടെ ജീവിതത്തിൽ അവരുടെ കണ്ണിൽ എപ്പോഴും അവർ ചെയ്ത പാപങ്ങൾ കാണുവാൻ ഇടയാകും. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ദൈവമേ നിന്റെ സന്നിധിയിൽ എപ്പോഴും എൻ്റെ പാപങ്ങൾ നീ കാണുന്നു, പക്ഷേ നിന്റെ കൃപ, നിന്റെ കരുണ മാത്രമാണ് എന്നെ നിലനിർത്തുവാൻ ഇടയാക്കുന്നത്. ആ കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ കൃപയ്ക്കും യോഗ്യവണ്ണമുള്ള ജീവിതമാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്നൊന്ന് ചിന്തിക്കണം. അതോ പരീശന്മാരെ പോലെ മറ്റുള്ളവരെ തേജോവനം ചെയ്ത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാത്രം പ്രതിസന്ധികളുണ്ട്, ഞങ്ങൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ജനമെന്ന് ഉള്ള ചിന്തയിലാണോ നാം ജീവിക്കുന്നത്? ഏത് സഭയുമായിക്കൊള്ളട്ടെ, ഏത് ശുശ്രൂഷയുമായിക്കൊള്ളട്ടെ, അപ്രകാരം ഒരു കാര്യമാണ് നമ്മളിൽ പഠിപ്പിക്കുന്നതെന്ന് അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, ദൈവിക സാന്നിധ്യം അവിടെ ഇല്ല. കാരണം നാം പാപികളാണെന്നും നമുക്ക് പ്രായശ്ചിത്തം ആവശ്യമുണ്ടെന്നും ഒരു തിരിച്ചുവരവ് ആവശ്യമുണ്ടെന്ന് പഠിപ്പിക്കുമ്പോഴാണ് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഇടയാകുന്നത്. അല്ലാതെ അനേകമായ മിറാക്കിൾസ് കാണുവാൻ വേണ്ടി, അത്ഭുതങ്ങൾ കാണുവാൻ വേണ്ടി ഓടുകയാണെങ്കിൽ എൻ്റെ പ്രിയ സഹോദര സഹോദരി, അവിടെ ദൈവിക സാന്നിധ്യം കാണുകയില്ല. കാരണം ദൈവത്തിൻ്റെ പേര് അത്ഭുത മന്ത്രി എന്ന് പറഞ്ഞാലും ദൈവം വെറും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനല്ല. കർത്താവിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നാം എല്ലാവരും ഒരുമിച്ച് കർത്താവിനോടൊപ്പമായിരിക്കണമെന്ന്, ആ സ്വർഗീയ സന്തോഷത്തിലേക്ക് വളരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് പാപങ്ങളെന്ന് മനസ്സിലാക്കി അത് മാറ്റി എഴുന്നേറ്റ് കർത്താവിനെ പിന്തുടരാനുള്ള ഒരു ആഗ്രഹം വേണം, ഒരു മനസ്സ് വേണം. മുമ്പോട്ട് വായിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 5:32 ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിക്കുവാൻ വന്നിരിക്കുന്നത് എന്നുത്തരം പറഞ്ഞു. അപ്പോൾ
കർത്താവിൻ്റെ വിളി കേൾക്കണമെങ്കിൽ ആദ്യം എൻ്റെ ജീവിതത്തിൽ ഒരു പാപം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ആ വിളി കേൾക്കാനുള്ളൊരു മനസ്സ് വേണം. അല്ലാതെ ഞാൻ നീതിമാനാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു പാപവുമില്ല, ദൈവിക കൽപ്പന അതേപടി പൂർണ്ണമായി അനുസരിക്കുന്നതാണെന്നൊക്കെ വ്യാഖ്യാനത്തോടെ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത് സ്വയം നീതീകരിക്കുന്നവൻ ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ കടന്നു വരുവാൻ കഴിയുകയില്ലെന്നാണ്. കാരണം സ്വയം നീതീകരിക്കുന്നത് ഒരു പാപമാണ്. അതാദ്യം മനസ്സിലാക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരു കുറവില്ലെന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു പാപമാണ്. കാരണം പാപിയല്ലാത്തവൻ ഒരുവൻ പോലും ഈ ഭൂമുഖത്തില്ലെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇവിടെ എത്ര വ്യക്തമായിട്ട് പറയുന്നത്, പാപികളെ അത്ര മാനസാന്തരത്തിലേക്ക് വിളിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ വിളി കേട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ഒരുങ്ങുന്നവനെയാണ് കർത്താവിന് ആവശ്യം. നാം ആദ്യമായി മത്തായിയുടെ സുവിശേഷം വായിച്ചപ്പോൾ പറയുന്നത്, രോഗികൾക്കാണ് വൈദ്യൻ്റെ ആവശ്യം. യഥാർത്ഥമല്ലേ? രോഗമില്ലാത്തവന് ഒരുത്തനും വൈദ്യൻ്റെ അടുക്കൽ കടന്നു പോവുകയില്ല. പക്ഷെ രോഗമുള്ളവനോ വൈദ്യൻ്റെ. അപ്പോൾ പാപമുള്ളവന് മാത്രമേ കർത്താവിൻ്റെ, പാപമുണ്ടെന്ന് ചിന്തിക്കുകയോ അത് സ്വീകരിക്കുകയും ചെയ്യുന്നവനാണ് കർത്താവിൻ്റെ ആവശ്യം. മത്തായിയുടെ സുവിശേഷം 20:28 ഇപ്രകാരമാണ് പറയുന്നത്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. ഇന്ന് നാം കടന്നു പോകുന്ന ഏത് സഭയായാലും, ഏത് ശുശ്രൂഷയായാലും, ഏത് ഇടവകയായാലും, അവിടെ കടന്നു ചെല്ലുമ്പോൾ അത് നയിക്കുന്ന വ്യക്തികളുടെ പ്രവർത്തനവും പ്രതികരണവും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവികമാണോ അല്ലയോ എന്ന്, മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നതും സ്വീകാര്യമാക്കുന്നതും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു പ്രവർത്തിക്കുന്ന പ്രവർത്തനമാണെങ്കിൽ ദൈവിക സാന്നിധ്യം, ദൈവിക കൃപ നിറഞ്ഞ ശുശ്രൂഷയാണെന്ന് അത് മനസ്സിലാക്കുവാൻ കഴിയും. അതിനു പകരം സ്വന്തം താല്പര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമായ ശുശ്രൂഷയായാലും ഇടവകളായാലും ഏത് സഭയായാലും അതിൻ്റെ അർത്ഥം അവിടെ ദൈവിക സാന്നിധ്യമില്ല. കാരണം കർത്താവ് പറയുന്നത് എന്ത്? ഞാൻ ശുശ്രൂഷ ചെയ്യുവാനാണ് കടന്നു വന്നത്, അല്ലാതെ ശുശ്രൂഷിക്കപ്പെടുവാനല്ല. ഇന്ന് പലപ്പോഴും നമുക്ക് ആ കർത്താവിൻ്റെ നന്മ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് അനേകര് ക്രൈസ്തവ സഭ വിട്ട് കടന്നു പോകുവാൻ ഇടയാകുന്നത്. കർത്താവിൻ്റെ സ്നേഹം, സമാധാനം, സ്വാതന്ത്ര്യം അവർക്ക് അവിടെ അനുഭവമാക്കുവാൻ കഴിയാതെ പോകുന്നത്. ഇന്ന് എനിക്കും നിങ്ങളുടെയും ജീവിതത്തിലാണ് ഒരു മാറ്റത്തിൻ്റെ ആവശ്യം. നമ്മുടെ ജീവിതം ദൈവിക സാന്നിധ്യമുള്ളതായി, ദൈവിക ശുശ്രൂഷകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ സാക്ഷ്യമുള്ളതായി തീരണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം അനേകർക്ക് അത് മനസ്സിലാക്കുവാൻ ഇടയാകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 19:10 ഇപ്രകാരമാണ് പറയുന്നത്, കാണാതെ പോയതിനെ അന്വേഷിക്കുവാനും രക്ഷിക്കുവാനും ആണല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. നഷ്ടപ്പെട്ടവനെ വീണ്ടെടുക്കുവാൻ വേണ്ടി. അപ്പോൾ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ ആവശ്യം അത് തന്നെയാണ്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിനെ വീണ്ടെടുക്കുവാൻ, അവരെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം. അപ്രകാരം ഒരു പ്രവർത്തനമുള്ളെങ്കിൽ മാത്രമേ യഥാർത്ഥമായി ഇനിയും ഒരു വലിയൊരു ഉണർവിൻ്റെ കാറ്റ് ശുശ്രൂഷകളിലും സഭകളിലും അനുഭവമാക്കുവാൻ കഴിയുകയുള്ളൂ. അതിനുള്ള പ്രാർത്ഥനയാണ് വേണ്ടത്. ഇന്ന് നാം ചുറ്റും നോക്കുമ്പോൾ അസമാധാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, അങ്ങനെ പ്രകൃതിക്ഷോഭങ്ങൾ, അങ്ങനെ പറയാൻ കഴിയാത്ത വിധമുള്ള പ്രതിസന്ധികളുടെ മധ്യത്തിൽ ജനം കടന്നു പോകുമ്പോൾ ഇതൊക്കെ കർത്താവിൻ്റെ വരവിൻ്റെ ആരംഭം മാത്രമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമുക്കൊരു ദൗത്യമുണ്ട്. കർത്താവിൻ്റെ സുവിശേഷം അനേകരുടെ ജീവിതത്തിൽ എത്തിക്കുക എന്ന് പറയുന്നത്. അത് വാമൊഴിയായിരിക്കും, ചിലപ്പോൾ മറ്റും ബൈബിൾ കൊടുത്തായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലഘുലേഖനം കൊടുത്തായിരിക്കും. അതിനായി നാം ഒരുക്കപ്പെടണം, അതിനായി നാം പ്രവർത്തിക്കണം, അതിനായി നാം സമയം കണ്ടെത്തണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം അനേകരുടെ ജീവിതത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നത്. ആദ്യം വായിച്ചതുപോലെ 9:13 പറയുന്നത്, യാഗത്തിലില്ല കരുണയിലെ അത്ര ഞാൻ പ്രസാദിക്കുന്നത്. അത് തന്നെയാണ് ഹോശേയ പ്രവാചകൻ പറയുന്നത് 6:6. ഞാൻ യാഗത്തേക്കാൾ കരുണയും ഹോമയാഗങ്ങളെക്കാൾ ദൈവിക പരിജ്ഞാനവും ആഗ്രഹിക്കുന്നു. ആ ഹോശേയ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ
യഹോവയായ ദൈവത്തിൻ്റെ ന്യായവിധികളുടെയും പ്രതിസന്ധികൾ കടന്നു വന്ന ജനത്തോടാണ് ആ പ്രവാചകൻ പറയുന്നത്, ഞാൻ യാഗത്തെക്കാളും കരുണയും യാഗങ്ങളെക്കാൾ ദൈവിക പരിജ്ഞാനം ആഗ്രഹിക്കുന്നു. ദൈവിക പരിജ്ഞാനം എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ളൊരു ബന്ധം, ദൈവം എന്താണ് എന്നിലും നിങ്ങളും ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കി ഒരു കാര്യം. അതാണ് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 7:22-23 പറയുന്നത്, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന ദിവസം ഹോമയാഗങ്ങളെ കുറിച്ചോ ഹനനയാഗങ്ങളെക്കുറിച്ചോ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. എന്റെ വാക്കനുസരിക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾക്ക് നന്മയുണ്ടാകേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടക്കുവിൻ എന്നിങ്ങനെയുള്ള കാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത്. ഇത്ര വ്യക്തമായിട്ടാണ് ഈ പ്രവാചകനോട് തൻ്റെ ജനത്തോട് ദൈവം പറയുന്നത്. ഞാൻ നിങ്ങളോട് ഈ യാഗങ്ങളെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അവിടുന്ന് വിടുവിച്ചപ്പോൾ, ഒന്ന് മാത്രം, എൻ്റെ കൽപ്പനകൾ ഒത്തവണ്ണം ജീവിക്കുവാൻ. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞതോറും ആ കൽപ്പനകൾക്ക് ഉപകൽപ്പനകളും മറ്റു കൽപ്പനകളും സൃഷ്ടിച്ച് അനേകമായ യാഗങ്ങളും പെരുന്നാളുകളും അമാവാസികളും ഒക്കെ അങ്ങ് ഒരുക്കി. ഇന്ന് നാം ചുറ്റും നോക്കുമ്പോൾ നമ്മളായിരിക്കുന്ന സഭകളിലും ശുശ്രൂഷകളും ദേവാലയങ്ങളിലും എത്രയോ വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ മധ്യത്തിൽ നാം ഒരു കാര്യം ചിന്തിക്കണം, ദൈവത്തോടടുക്കുവാൻ വേണ്ടി എന്താണ് നാം പ്രവർത്തിക്കുന്നത്? പള്ളിപ്പെരുന്നാളുകൾ, ഘോഷയാത്രകൾ, എന്തിന് ഓരോ അപ്പോസ്തല പിതാക്കന്മാരുടെ ഓർമ്മ പെരുന്നാൾ എല്ലാം നടത്തുന്നുണ്ട്. നല്ല കാര്യം, ഇതൊക്കെ ആവശ്യമായിരിക്കും. പക്ഷേ ഇവയൊക്കെ ചെയ്യുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകലുന്നോ? ദൈവം കൽപ്പിച്ച കൽപ്പനയ്ക്ക് ഒത്തവണ്ണമുള്ള ജീവിതമാണോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ പറയുന്നത് യാഗങ്ങളും ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളെ കാട്ടി കൂടുതൽ എൻ്റെ വാക്കുകൾ കേട്ട് അനുസരിച്ച് ജീവിക്കുകയാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 10:10 ഇപ്രകാരമാണ് കർത്താവ് പറയുന്നത്, മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. എന്നെയും നിങ്ങളെയും നയിക്കുന്ന കർത്താവ് ആഗ്രഹിക്കുന്ന സമൃദ്ധിയായ ഒരു ജീവിതം നൽകുവാനാണ്. പ്രയാസത്തിൻ്റെ മധ്യത്തിൽ, ക്ലേശങ്ങളുടെ മധ്യത്തിൽ, നെടുവീർപ്പിൻ്റെ മധ്യത്തിൽ മനം തകർന്ന അവസ്ഥയാണെങ്കിൽ ഈ സമയത്ത് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും നിന്നെ മറന്നുള്ള ജീവിതം നയിച്ചിട്ടുണ്ട്. എങ്കിലോ ആ വിളി കേൾക്കുവാൻ കഴിയാത്ത അവസ്ഥയും വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇപ്രകാരം ഒരു അവസരം തന്നതിനായി സ്തോത്രം പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിൻ്റെ വിളി കേട്ട് ഒന്ന് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ പ്രവർത്തന വയലിലേക്ക് നാം ഒരുമിച്ചെന്നിറങ്ങാം. അനേകരെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ, അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ, കർത്താവിൻ്റെ രണ്ടാം വരവും ആഗമനമായിരിക്കുന്ന ഈ നാളുകളിൽ നമ്മളുടെ ചുറ്റും നാം നോക്കുമ്പോൾ അതാണ് നമ്മൾ ഇതൊക്കെ ആരംഭം മാത്രമാണെന്ന് പറയുന്നു. വേദനകളുടെ നാളുകളാണ് മുൻപോട്ടെന്ന് നാം അറിയുന്നു. അവിടെ സ്വാതന്ത്ര്യം നൽകുവാൻ, സമാധാനം നൽകുവാൻ, വിടുതൽ നൽകുവാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ് എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തലകട വണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദ്വാത്സല്യമായ സ്വരസ്താംനാഥ, മഹാകരുണയിലും കൃപയിലും അടിയങ്ങളെ എത്രത്തോളം വഴി നടത്തിയ നന്മകൾക്കായ നന്ദിയോട് സ്തോത്രം. വേദനകളുടെയും നെടുവീർപ്പിൻ്റെയും താഴ്വരയിൽ കടന്നു പോകുമ്പോൾ പലപ്പോഴും നിൻ്റെ ആഹ്വാനം കേൾക്കുവാൻ കഴിഞ്ഞിട്ടുള്ളെന്ന് കുറവ് സമ്മതിക്കുന്ന കർത്താവേ, എങ്കിലോ മത്തായി കർത്താവെ അങ്ങ് വിളിച്ചുടനെ എഴുന്നേറ്റതുപോലെ ഞങ്ങളും അപ്രകാരമായി തീരുവാൻ, ആ വിളി സമ്പൂർണ്ണമായി ഉൾക്കൊണ്ട് അങ്ങേക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിക്കുന്നവരായി തീരുവാൻ, കഷ്ടങ്ങളുടെയും വേദനകളുടെയും താഴ്വരയിൽ കടന്ന് അനേകരുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഒരു പ്രാവശ്യം കൂടെ തൻ്റെ ജനത്തെ നയിക്കുവാൻ തന്ന വലിയ കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം. അടിൻ്റെ കുറവുകളോ അടിൻ്റെ വീഴ്ചകളോ ഒന്നും കർത്താവെ ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിനും തടസ്സമുണ്ടാകുവാനിട അനേകർ അങ്ങയുടെ വചനത്തിൽ ബലപ്പെടുന്നതായി തീർക്കുവാൻ അവിടുന്ന്
അവിടുന്ന് സഹായിക്കണമെന്ന് യേശു പ്രാർത്ഥിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.